വാരണാസിയിൽ ചെന്നിട്ടുണ്ടായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ് ഈ പുസ്തകം. പുള്ളിക്കാരൻ കയറി വരുന്നൊരു പാകിസ്ഥാനിയാണ്. പക്ഷെ ഞാൻ പുള്ളി സ്നേഹത്തോടെയാണ് വരുന്നത്. പക്ഷെ എനിക്കൊരിക്കലും ഇതിൻ്റെ പിന്നിൽ ചതി അറിയില്ല. അറബി അത്ര ഇതറിയത്തില്ല. അന്നേരം തന്നെ CID-കളായിട്ടുള്ള കുവൈറ്റ് പോലീസുകാരായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ കയറിയ ശേഷമാണ് വിലങ്ങ് വെച്ചത്. അപ്പം അവിടെ ഇരിക്കുന്ന യാത്രക്കാർ നമ്മളെ കണ്ടപ്പോൾ എന്തോ ക്രിമിനലാണോ അതേ രീതിയിലാണ് കാണുന്നത്. ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജയിലല്ല. അവിടെ വന്നു കഴിഞ്ഞ് ഇത്രയും അനുഭവം ഉണ്ടായിട്ട് പോലും ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടു ഇവിടെ വന്നു. സിഗരറ്റ് വലിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നത്. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും മലയാളികളെ അധികം നമ്പാതിരിക്കുക. മറ്റുള്ളവരിൽ നിന്നെക്കാട്ടി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില മലയാളികളിൽ നിന്നാണ്. അന്നത്തെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങളെ ചതിക്കുമായിരുന്നെന്നാണ് എൻ്റെ അറിവ്. അത് ആനകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ട് ജനങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയല്ല, ഈ കാട്ടുമൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാട്ടുപ്രദേശത്ത് ഇറങ്ങുന്നത് എന്ന് അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം വിദേശങ്ങളിൽ ഇല്ലാത്ത ആക്രമണം കേരളത്തിലുണ്ടാകും? കാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നിത്യം കാണുന്നില്ല. മനുഷ്യൻ കാട് കയറാൻ തുടങ്ങി, മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഉപാധികളില്ലാതെ ഒരു മനുഷ്യനോട് നമുക്ക് സ്നേഹം തോന്നും. അത് സ്നേഹം സൂക്ഷിക്കാമെന്ന് തൻ്റെ പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് കോട്ടയംകാരനായ സിജു ജേക്കബ്. അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പുതിയ പുസ്തകം പ്രണയാദരങ്ങളോടെ, ആദരങ്ങൾ എന്നാണ് അതിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മൾ പ്രണയത്തിൽ അങ്ങനെയാണ് ആദരവ് വരിക. അങ്ങനെ ഒരു പ്രണയിക്കുന്ന ആളെ നമ്മൾ ആദരിക്കും, അത് ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ കാലഘട്ടത്തിൽ കാണുന്നത് നമ്മൾ പ്രണയം എന്ന് പറയുന്നത് എന്തോ ഒരു അടിമത്തം പോലെയാണ്. പ്രണയിനികളെ നമ്മുടെയാണ്, അവരോട് നമ്മൾ സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട രീതിയിലുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ടോ എന്ന് ഇതാണ്. ഇത് നമ്മൾ പ്രണയമുണ്ട്, അതോടൊപ്പം തന്നെ ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കും കൂടി ചെയ്യുന്നു. ഈ പുസ്തകത്തിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് കോട്ടയംകാരനായ ചിങ്ങവനം സ്വദേശിയായ താങ്കൾ ഇപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ഉള്ള അല്ലെ ഓസ്ട്രേലിയക്കാരനായി മാറിയ ഒരു സിജുവിൻ്റെ കഥയുണ്ട്. കുറേ അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള സിജു. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം ഞാൻ പറയാം, കുറേ കാര്യങ്ങൾ ഞാൻ അല്ലാണ്ട് അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ₹1 പോലും എടുക്കാനില്ലാണ്ട്, അല്ലെങ്കിൽ പാസ്പോർട്ടുമായിട്ട്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു ഘട്ടമാണ്. ഞാൻ നാട്ടിൽ തന്നെയാണ്, ഈ കോട്ടയത്താണ് ഞാൻ പഠിച്ചത്, വളർന്നത്. അത് കഴിഞ്ഞ് പണ്ട് തൊട്ടേ എന്നെ സംബന്ധിച്ചോളം ഇന്ന ജോലിയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യാത്ത മേഖലകൾ കുറവാണ്. ഞാൻ ഹോട്ടൽ ഫീൽഡ് BHM കഴിഞ്ഞാണ് കേരളത്തിൻ്റെ പുറത്ത് ഒരുപാട് ഹോട്ടലുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേന് എനിക്ക് അതിനെക്കാട്ടി കൂടുതൽ പിന്നെ ജുവലറി ഫീൽഡിലേക്ക് പോയി. കാരണം ഒരു സമയത്ത് ഞാൻ കോട്ടയത്തെ ഫേമസ് ആയിട്ടുള്ള ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ജുവലറികളും നമ്മൾ വരുമ്പോൾ ഈ ജുവലറിയിലെ ജോലി കൊള്ളാം, അല്ലെങ്കിൽ AC-ക്കകത്ത് നിൽക്കുന്നു, നല്ല ഡ്രസ്സ്, നല്ല പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അങ്ങനെ ജുവലറി ഫീൽഡിൽ കയറി. ആ ഒരു ജോലിയുടെ ഒരു എന്താ പറയുക, പുറത്ത് പോകണ്ട, വെയിൽ കൊള്ളണ്ട, ആ ഒരു ഇതാണോ അന്ന്? അതുകൊണ്ട് അതിനെക്കാട്ടി ഉപരി നമുക്ക് ഹാപ്പിനെസ്, നമുക്ക് സന്തോഷം കിട്ടുന്ന ജോലികൾ ചെയ്യും. മറ്റു ജോലികൾ സന്തോഷം ഇല്ലെന്നല്ല പറഞ്ഞ്, അതോടൊപ്പം തന്നെ പുതിയ പുതിയ ജോലികൾ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് പോകാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ ജുവലറിയിൽ നിന്ന് ഞാൻ കുവൈറ്റിന് പോയി. കുവൈറ്റിൽ അത് വീണ്ടും ജുവലറിയിലേക്ക് തന്നെയാണ് പോയത്. ജുവലറിയിൽ വർക്ക് ചെയ്തു. അവിടുത്തെ ചെന്ന് കഴിഞ്ഞ് എന്താ പറയുക, നമ്മുടെ ജോലിയുടെ മികവുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ആ സൈഡിൽ കൂടെ തന്നെ ഞാൻ ചെറിയ ചെറിയ എൻ്റെ ഓണായിട്ടുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2 വർഷം ആയപ്പോഴത്തേന് പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് മടങ്ങേണ്ടി വരുന്നു. ആ സമയത്താണ് ഈ പറഞ്ഞത് എനിക്കെല്ലാം നഷ്ടപ്പെട്ട് പോരേണ്ടി വന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അന്ന് അത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്നെ ഇവിടുന്ന് 5 പൈസ പോലും മുടക്കാതെ അവിടുത്തെ ഒരു പ്രമുഖരായ ഒരു ജുവലറി ആൾക്കാർ എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ ആ ജുവലറിയിൽ വരുന്നു, എൻ്റെ ബിസിനസ്സുകൾ, അവർക്ക് വേണ്ടി ബിസിനസ്സുകൾ വർദ്ധിപ്പിക്കുന്നു. അതായത് കുവൈറ്റിലെ ഓരോ ഹോസ്റ്റലുകളിലും നമുക്ക് ഓരോരുത്തരെ നമ്മൾ അവരുമായിട്ട് പരിചയമായിട്ട് അവർ മുഖേന കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നു. അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു ജുവലറി, ഇന്ന് കേരളത്തിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ പുള്ളി മുഖേന വേറൊരാൾ മുഖേന പരിചയപ്പെടുകയും പുള്ളിക്ക് കുവൈറ്റിൽ പുതിയൊരു ജുവലറി ആരംഭിക്കണമെന്ന് മോഹം വരികയും ഞാൻ പുള്ളിക്ക് വേണ്ടി, അപ്പോൾ ആ സമയത്ത് മറ്റേ ജോലി ചെയ്യുന്ന ആൾ നമുക്ക് ന്യായമായിട്ടുള്ള സാലറിയും അക്കോമഡേഷനൊക്കെ തരുന്നു. പക്ഷെ ആ പ്രായത്തിൽ നമ്മൾ ഓർത്തൊക്കെ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ കയ്യിൽ ഒരു ഷോറൂം മൊത്തം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അവിടെ മുറിയെടുക്കുന്നു. പുള്ളിക്ക് വേണ്ടി ഒരു പാർട്ട്ണർഷിപ്പ് ശരിയാക്കി കൊടുക്കുന്നു.
ജ്വല്ലറിയുടെ എല്ലാ പരിപാടികളും ചെയ്തു. ആ സമയത്താണ് എൻ്റെ പഴയ ബോസ് ഇതറിയുകയും പുള്ളി എന്നോട് പറഞ്ഞു ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് ചെന്നു. ഓൾറെഡി ഈ കേരളത്തിൽ നിന്ന് വന്ന ജ്വല്ലറിയിലെ ആൾ നമ്മളെ വിശ്വസിച്ചാണ്, കാരണം നമ്മളാണ് അവിടെ എക്സ്പീരിയൻസ് ഉള്ളതും കാര്യങ്ങളുള്ളത്. പിന്നെ അതിനെ തുടർന്നുണ്ടായ ഈ കാര്യങ്ങളിൽ എനിക്ക് അവിടുന്ന് നാട്ടിലേക്ക് പോരേണ്ടി വന്നു. നാട്ടിലേക്ക് പോരേണ്ട എന്ന് വരാനുള്ള കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി തിരിച്ചു പോകാമെന്ന്. ആ കാലഘട്ടത്തിൽ പാസ്പോർട്ട് നമ്മുടെ മുതലാളിമാരുടെയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പാസ്പോർട്ട് പുള്ളി തിരിച്ചു തരാൻ വൈകി. അപ്പോൾ നിയമപ്രകാരം നമ്മുടെ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് എനിക്കൊന്ന് 45 ദിവസമാണ്, 45 ദിവസത്തിനകം കയറി പോരണമെന്നാണ്. എനിക്ക് കയറാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഈ മറ്റ് ജ്വല്ലറിയിലെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു, അതിനുവേണ്ടി പരസ്യവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ആ സമയത്ത് ജ്വല്ലറിയിൽ ഓപ്പൺ ചെയ്യുന്ന ദിവസം നമ്മളെല്ലാ പരിപാടിയും ചെയ്യുക, കാരണം വെച്ചാൽ നമ്മളാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്വല്ലറി ഓപ്പൺ ചെയ്തു, പിറ്റേ ദിവസം നമ്മൾ ജ്വല്ലറി തന്നെ നിൽക്കുന്നു. അതായത് നിയമവിരുദ്ധമാണ്. പക്ഷേ നമ്മൾ പഴയ മുതലാളിക്കെതിരെ ഞാൻ കേസും കാര്യങ്ങളും കോടതിയിൽ നീങ്ങുന്നുണ്ട്. പക്ഷേ അവിടുത്തെ അറബികൾക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലല്ലോ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അവർക്കാണ് നിയമം അവരുടെ പക്ഷത്താണ്. കടയിലേക്ക് പുള്ളിയുടെ എന്താ പറയുക മന്ദൂപ്പ് എന്ന് പറയും, പുള്ളിക്കാരൻ കയറി വരുന്നൊരു പാകിസ്ഥാനിയാണ്. പക്ഷെ ഞാൻ പുള്ളി സ്നേഹത്തോടെയാണ് വരുന്നത്, സ്നേഹത്തോടെ വരുന്നു, പുള്ളിയെ കെട്ടിപ്പിടിക്കുന്നു അവിടുത്തെ ഒരു രീതി അനുസരിച്ച്. പക്ഷെ എനിക്ക് ഒരിക്കലും ഇതിൻ്റെ പിന്നെ ചതി അറിയില്ലായിരുന്നു. അന്നേരം തന്നെ CID-കളായിട്ടുള്ള കുവൈറ്റ് പോലീസുകാരായിരുന്നു കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെന്നെ അന്നേരം തന്നെ അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോകായിരുന്നു. നമ്മളിട്ട ഡ്രസ്സ് എങ്ങനെയാണോ രാവിലെ ഇരുന്ന് എന്താ പറയുക പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ഇവർ വാദിക്കാനൊക്കെ വന്നു. പക്ഷേ നിയമം ശരിക്കും എനിക്കെതിരായിരുന്നു. കാരണം അവിടുത്തെ നിയമം അനുസരിച്ച് ഇല്ലീഗലായിട്ട് നിന്നെന്നുള്ള. പക്ഷേ എനിക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് പോരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടിയിരുന്നില്ല ആ വിസ ഓൾറെഡി ക്യാൻസൽ ചെയ്തു, എനിക്ക് തിരിച്ചു പോകാമായിരുന്നു. ഇത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അത് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അവരുടെയിലാണ് നിയമങ്ങൾ. ആ സമയത്ത് എനിക്ക് അറബി അത്ര ഇതറിയത്തില്ല. അവർ കോടതിയിലും കാര്യങ്ങളൊക്കെ പോയി. പക്ഷേ എനിക്ക് എൻ്റെ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനോ എൻ്റെ വക്കീലും അറബി തന്നെയാണ്. പക്ഷെ അവർ വേറൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞു നിനക്ക് നാട്ടിലേക്ക് പോകാം. അവർ തന്നെ എനിക്ക് ടിക്കറ്റ് ബോംബെക്ക് എടുത്തു തരികയായിരുന്നു. ജയിൽ ഏകദേശം ഒരു 10 ദിവസമാണ്. അവിടെ ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജയിലല്ല. അവിടെ ഒരു ട്രാഫിക് തെറ്റിയാലും അവിടെ വരുന്ന ആൾക്കാർ അവിടെ വരുന്ന അതേ രീതിയിലുള്ളതാണ്. പക്ഷേ ആ ജയിലിലാണെങ്കിലും ഞാൻ ഹാപ്പിയായിരുന്നു. ഞാൻ എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയ ഇതുണ്ടെങ്കിലും പക്ഷെ അവിടെ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തി. അവിടുത്തെ ജയിലിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഥകൾ നമ്മളെക്കാട്ടി ഒത്തിരി ഒരുപാട് കഥകൾ പുറം ലോകം പറഞ്ഞാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള ചതിയിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അതായത് വിസ അറബികൾ പൈസ കൊടുക്കാതും കൂടുതലും വീടുകളിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരാണ്. ഏകദേശം 10 ദിവസം ഞാൻ 10-12 ദിവസത്തോളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ ഒരു സുപ്രഭാതത്തിൽ എന്നെ ബോംബെക്ക് അവർ ടിക്കറ്റ് തന്നു. നമ്മളെ പോലീസുകാർ നമ്മളെ എയർപോർട്ടിൽ കൊണ്ട് വിടുന്നു. അവർ നമ്മളെ കയറ്റി വിടുന്നു. അത് സൗദിയിൽ നിന്ന് വന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. ആ ഫ്ലൈറ്റിൽ ഞാൻ പോകുന്നു. ആ സമയത്ത് എനിക്ക് ഒരാളോട് യാത്ര പറയാനോ അല്ലെങ്കിൽ ഞാൻ അത്രയും നാളും എൻ്റെ ഫ്ലാറ്റിലെ ഒരു സാധനങ്ങൾ എടുക്കാനോ ഒന്നും ഇല്ലായിരുന്നു. ഇട്ട ഡ്രസ്സോടുകൂടിയാണ് നമ്മൾ പോരുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ കയറ്റി വിടുമ്പോഴേ പിന്നീട് നമുക്ക് ആ രാജ്യത്ത് ചെല്ലാൻ പറ്റുമോ? ഇല്ലില്ല, അത് ഇല്ലീഗലായിട്ടാണ്. അത് ഓൾറെഡി അവർ നമ്മളെ ഫിംഗർ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മളെ വിടുന്നത്. അപ്പം തിരിച്ചു പോകാൻ പറ്റത്തില്ല, ആ രാജ്യത്തേക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ പഴയ ബോസ് പുള്ളി കുറച്ചും കൂടി ഇതാണ്ട് പല ആൾക്കാരും എനിക്ക് വേണ്ടി സംസാരിക്കുകയും കാര്യങ്ങളെയും ആ സമയത്ത് നമ്മൾ അത്യാവശ്യം നമ്മൾ അവിടെ ആൾക്കാരുടെ മുന്നിൽ അറിയാവുന്ന ആളായതുകൊണ്ട് എന്താ പറഞ്ഞത് പല രീതിയിൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുവൈറ്റിൽ എന്തായാലും പുള്ളിയെ നിർത്തത്തില്ല, വേണമെങ്കിൽ ദുബായിക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ജോബ് കൊടുക്കും. ഞാനത് നിഷേധിച്ചു, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്നാൽ ബോംബെക്ക് വന്നു. ബോംബെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ പുതിയൊരു ജീവിതത്തേക്ക് പോയിരുന്നു. കാരണം ഞാൻ സീറോയിൽ നിന്നായിരുന്നു. ആ സമയത്ത് കല്യാണം കഴിച്ചിരുന്നു? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു. ഒരു സിഗരറ്റ് വലിക്കാൻ പോലും എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഫ്ലൈറ്റിലോട്ട് കയറുന്ന സമയത്ത് അവിടെ ഈ എല്ലാ ആൾക്കാരെയും വിലങ്ങ് വെച്ചാണ് ഫ്ലൈറ്റ് കയറ്റുന്നത്. വിലങ്ങ് ഊരിയതിന് ശേഷം മാത്രമാണ് ഫ്ലൈറ്റ് കയറിയതിന് ശേഷമാണ് വിലങ്ങ് വെച്ചത്. അപ്പം അവിടെ ഇരിക്കുന്ന യാത്രക്കാർ നമ്മളെ കണ്ടപ്പോൾ എന്തോ ക്രിമിനലാണോ അതേ രീതിയിലാണ് കാണുന്നത്. എങ്കിലും അവർക്ക് മനസ്സിലായി, കാരണം അവരെല്ലാം ഈ പറഞ്ഞ അറബ് നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അവിടുത്തെ ഇതറിയാം.
അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ ഒരാളൊരു എനിക്കൊന്ന് പത്തനംതിട്ട സൈഡിലുള്ള ഒരാളെ എന്നെ അപ്രോച്ച് ചെയ്തു. എന്നോട് ഈ ചേട്ടാ എന്താ എൻ്റെ കുട്ടി നാട്ടിൽ വരുന്നെങ്കിൽ വാ. പുള്ളി പ്രശ്നങ്ങളൊന്നും ചോദിച്ചില്ല. ഈ പറഞ്ഞ ആൾക്കാരും പകുതി കൂടുതലും ജോലി നഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നോട് എന്തെങ്കിലും ചെയ്യേണ്ടത്, ചേട്ടൻ ഇവിടെ നിൽക്കേണ്ട. അപ്പോൾ ആ പുള്ളി ചിന്തിച്ചത് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ നാട്ടിലും മറ്റു ആൾക്കാരുണ്ടല്ലോ, എന്താ സത്യമെന്ന് അറിയാതെ ആൾക്കാർ പല രീതിയിലുള്ള കിംവദന്തികളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഞാൻ ഉടനെ നാട്ടിലേക്ക് പോകുന്നില്ല. നാട്ടിലേക്ക് പോകുന്നത് ഞാൻ ബോംബെ തന്നെ നിന്നു. ബോംബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബോംബെയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ലായിരുന്നു. വേറൊരു സുഹൃത്ത് തന്ന നമ്പർ മുഖേന എന്താ പറഞ്ഞത്, ബോംബെയിലുള്ള ഒരു റെയിൽവേ ക്വാർട്ടേഴ്സിൽ കുറേ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഗൾഫിൽ പോകാനും അങ്ങനെ താമസിക്കുന്ന ഇതുണ്ട്, 10-15 പേര് താമസിക്കുന്നത്. അവിടെ ആ നമ്പറിൽ വിളിച്ച് അവർ വന്നു. പക്ഷെ അവർ വന്ന് എന്നെ തപ്പി, ഗൾഫിൽ നിന്ന് വരുന്ന ഒരാളൊക്കെ തപ്പിയാണ് അവർ അന്വേഷിച്ച് വരുന്നത്. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒന്നുമില്ലാതെ വരുന്ന ആൾ, അവരെ എനിക്ക് കോൺടാക്ട് ചെയ്യാനോ വിളിക്കാനോ ഇതൊന്നും ഇതില്ലായിരുന്നു. പക്ഷെ അവർ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനാണ് ആള്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഞാൻ അവിടെ പോയി. അവർ പോകുമ്പോൾ അവർ ആകപ്പാടെ സാമ്പത്തികമായിട്ട് ഞെരിക്കുന്നതാണ്. അവർ എനിക്ക് വേണ്ടി ഇവിടുന്ന് കടം മേടിച്ച് ഒരു കവറും മേടിച്ചാണ് റൂമിലേക്ക് പോകുന്നത്. പക്ഷെ അതിലുണ്ടായിരുന്നു അവരെന്നോട് ഒന്ന് ചേട്ടാ എന്തെങ്കിലും ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. പക്ഷെ അവർ പ്രതീക്ഷിച്ച് ഗൾഫിൽ നിന്ന് ഒരാൾ വരുമ്പം എന്താ അവർക്കും അതിനകത്ത് അവർക്ക് ചാൻസ് അല്ല, അവർക്ക് അതിനെക്കാട്ടി ഉപരി ഒന്നല്ല നല്ല ഫുഡ് കഴിക്കാൻ കാര്യങ്ങളാണ്. ഞാൻ അവരോടൊന്നും ചോദിച്ചൊന്നുമില്ല. അപ്പം എനിക്ക് അവർ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തു. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം, കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഫോണും കാര്യങ്ങളും നഷ്ടപ്പെട്ടു. എൻ്റെ നല്ല സുഹൃത്തുക്കൾ കുവൈറ്റിലുണ്ടായിരുന്നു. അവരെ വിളിച്ചു പറഞ്ഞ് അവരെനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ തന്നു. ഞാൻ അവിടെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഹോട്ടൽ ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞാണ് നാട്ടിലേക്ക് വന്നത്. ബോംബെയിൽ ഈ ബോംബെയിൽ വെച്ചിട്ടാണ് നമ്മുടെ നായിക? അല്ലല്ല, ഇവിടെ വെച്ചിട്ടല്ല, ബോംബെ വെച്ചല്ല, ഇത് വാരണാസി. ഈ ബോംബെ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലാണ് എൻ്റെ കാലഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് അന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഏതെങ്കിലും കാണുന്ന ട്രെയിനിൽ കയറും, എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുക, ലക്ഷ്യമില്ലാതെ പോകുന്നു. അവിടുത്തെ എന്താ പറഞ്ഞേ രാത്രി കാഴ്ചകളും ബോംബെ ശരിക്കും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം മറന്നു. ഞാൻ പുതിയ ഒരാളായി. യാത്രകളെ പ്രണയിച്ചു തുടങ്ങി. യാത്രകൾ അതിനു മുമ്പ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത്രയും ഞാൻ അധികം യാത്രകൾ ആ സമയത്ത് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യക്കകത്തൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അത് യാത്രകളായിട്ട് അങ്ങനെ ഒരു ഇതായിട്ടല്ല, നമ്മുടെ ഇഷ്ടം കൊണ്ട് പോകുന്നെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്നകത്ത് സങ്കടം കാണാതെ ആത്മഹത്യയോ കാര്യങ്ങളോ പോയില്ല. നമുക്കറിയാം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമുക്ക് ആരെയും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ഇതേവരെ ജീവിച്ചിട്ടില്ല. എൻ്റെ ശരികളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നു. എൻ്റെ യാത്രകളിൽ, എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് വേദനയാകരുതെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഇതിൽ തന്നെ ഡിബേറ്റബിൾ ആണ് ഈ ഇപ്പം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. എൻ്റെ സന്തോഷം ഞാൻ ആരെയും വകവെക്കില്ല, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട. അതായത് സാർ പറഞ്ഞ പോലെ കുവൈറ്റ് പോലൊരു രാജ്യത്ത് ഏറ്റവും സമ്പന്നതയിൽ കഴിയുക, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തപ്പെട്ട് നാട് കടത്തപ്പെടുക, ഇത് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലി നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് കൺവിൻസ് ചെയ്യിക്കണം. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ ഇവരെ മൈൻഡ് ആക്കുന്നില്ല. എൻ്റെ ഇഷ്ടങ്ങൾക്കാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ഇവരുടെ ഒരു ഫോൺ കോളിൽ നമ്മൾ തകരും. അതായത് മകനെ നിനക്കിത് പറ്റിയല്ലോ, നീ മാത്രം എന്താ രക്ഷപ്പെടാത്തെ? ഈ ഒരു സ്റ്റേജ് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പമല്ല. അല്ലല്ല, അത് തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. അത് ഞാനെന്ന വ്യക്തിയിലില്ല, വേറെ 2 വ്യക്തികളാണ്. എൻ്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് ദുഃഖിച്ചിട്ടുണ്ട്. അന്നേരം അവർക്ക് ഒരു പക്ഷേ ഇല്ല. ആ സമയങ്ങളിൽ അവരെ പലരും അപ്രോച്ച് ചെയ്യുന്നതും അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. അവർ ഒത്തിരി ഇത് ചെയ്തു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവർക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ഇപ്പം എന്തൊക്കെ നമ്മൾ ലോജിക്ക് പറഞ്ഞാലും ഒരാൾ ഇത് വരുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെയോടൊപ്പം തന്നെ ഞാൻ ചെറിയ ബിസിനസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ബിസിനസ് ഏത് കാര്യങ്ങളും വിജയിച്ചവരെ മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ, പരാജയപ്പെട്ടവരെ നമ്മൾ അറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ അവിടെ നിന്നു ഈ പറഞ്ഞ പോലെ ഒരു ബിസിനസ് കാര്യങ്ങൾ വിജയിച്ചെങ്കിൽ പറയാം അവൻ മിടുക്കനായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ പറയും ഈ പറഞ്ഞ ബിസിനസ്സുകളും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ കുറിച്ച് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാ, അല്ലെ അവന് ജോലി ചെയ്താൽ മതിയായിരുന്നു എന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് പലർക്കും ഉണ്ട്. അത് തന്നെയാണ് ഇപ്പൊ സാർ പറഞ്ഞത്. ഇപ്പൊ നമ്മള് പലവട്ടം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകാം ആ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ആത്മഹത്യയെ കുറിച്ച് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മൾ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, എനിക്ക് ജീവിതത്തിൽ
അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളില്ല, അല്ല എനിക്ക് ഇന്നത് വേണമെന്ന്, എനിക്ക് ഹാപ്പി. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സ്വപ്നം കൂടുന്നവരാണ് ഈ പ്രശ്നങ്ങൾ. അതാണ് ഇപ്പൊ നമ്മളൊരു നിസ്സാര പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ. പക്ഷേ അന്ന് നിങ്ങൾ ചോദിച്ചില്ലേ, എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഏത് കാര്യത്തിൽ നീ വിഷമിക്കേണ്ട, നിന്റെ കൂട്ടത്തിലുണ്ട്, നിനക്ക് പൈസ വേണോ, കാര്യങ്ങൾ വേണോ, അല്ലെങ്കിൽ നീ അങ്ങനെ പോകുന്നുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ്, നമുക്കാരും നമ്മളെ കേൾക്കാൻ ആരില്ല. ഇന്ന് നമുക്ക് എല്ലാ ആൾക്കാരും ചുറ്റുമുണ്ട്, പക്ഷേ നമുക്കാരും, നമ്മൾ ആൾക്കൂട്ടത്തിൽ തനിയാണ്. അന്ന് കുറച്ചും കൂടെ ബന്ധങ്ങൾ, പക്ഷേ അന്ന് ഞാൻ പല ബന്ധങ്ങളെയും തിരിച്ചറിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഓരോ ഭാഗങ്ങളിൽ കടന്നു പോകുമ്പോൾ എനിക്ക് ജീവിതത്തിൽ കാണുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നതും കൂടെ കെട്ടിപ്പിടിഞ്ഞതിനും ഒക്കെ അവസാന സമയത്ത് ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഇത് വന്നു. എൻ്റെ കൂടെ താമസിച്ച ഒരുവൻ നമ്മൾ പൈസ ചോദിക്കുമ്പോഴത്തേന് അവർ വേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് തരുവാണെങ്കിൽ ഞാൻ പൈസ തരാമെന്നുള്ള ഇതായി. കാരണം അവർക്കറിയാം എനിക്ക് എന്ത് പ്രശ്നമാണ്, ഇനിയിപ്പോൾ ഇവനോട് ഇതില്ല. അപ്പോൾ ആ ബന്ധങ്ങൾ എങ്ങനെയാണെന്നും ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണ് നമ്മളിലേക്ക് വരുന്നതും, ഈ നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ കൂട്ടത്തിൽ എത്ര പേരുണ്ടാവും എന്ന് ഞാൻ അത് മനസ്സിലായി. അന്ന് നമ്മൾ ഒരുപാട് ചെറുപ്പമാണ്, പ്രായത്തിൻ്റെതായ എടുത്തുചാട്ടങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അന്ന് നല്ല സാലറി ഉണ്ട്, അക്കോമഡേഷൻ ഫ്രീ ആണ്, എനിക്ക് അവിടെ നിന്നാൽ മതി. പക്ഷെ മറ്റുള്ളവർ ചിന്തിക്കുന്നതല്ലായിരുന്നു ഞാൻ ചിന്തിച്ചത്. എനിക്ക് കുറച്ചും കൂടെയും എന്താ പറഞ്ഞേ, നമുക്ക് കുറച്ചും കൂടെ ഫ്രീഡവും നമ്മുടെ കയ്യിലിരിക്കുന്ന, അവിടെ ഫ്രീഡം കുറവെന്നല്ല പറഞ്ഞേ. അവിടുത്തെ ഗൾഫിലോട്ട് വന്ന ആൾക്കാർക്കറിയാം ഇവിടുത്തെ മാതിരിയല്ല. ഒരു ജ്വല്ലറിലാണെങ്കിൽ, ചെറിയ ജ്വല്ലറി ആണെങ്കിലും അതിൻ്റെ അകത്ത് സ്റ്റോക്കും കാര്യങ്ങളും കാണും, 1-2 പേര് അല്ലെങ്കിൽ 3 പേര് അവിടെ സ്റ്റാഫുള്ളൂ. ഇന്നത്തെ പോലെ ക്യാമറകളോ കാര്യങ്ങളോ ഒക്കെ കുറവാണ്. നമ്മൾ തന്നെ കൈക്ക് എഴുതുകയാണ്, ബാർഗെയിനാണ് കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ഈ 2000 കാലഘട്ടത്തിലൊക്കെ ഒരുപാട് നേഴ്സുമാരൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലൊരു തുക 3 മാസത്തെ സാലറി കിട്ടുന്നു, അവരുടെ കടകളും കടബാധികളൊക്കെ തീർന്നു കഴിഞ്ഞ് ഇവരെല്ലാം സ്വർണ്ണമേടിയിലാണ്. അവരുടെ അടുത്ത കല്യാണത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും കസ്റ്റമേഴ്സുമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് വേറൊരു ഇതിലേക്ക് പോയാൽ മതിയെന്നുള്ള സ്വന്തമായതിനെ കൂടെ തന്നെ ഒരു വലിയൊരു കേരളത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിലേക്ക് വരികയല്ലേ. അപ്പം നമ്മളാണ് അതിൻ്റെ ഫുള്ള്. അതും കുറച്ചും കൂടെ വിശാലമായിട്ടൊരു ജ്വല്ലറിയാണ് അവിടെ തുറന്നത്. പക്ഷെ അവിടെ എനിക്ക് ഒരു 2 ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. 2ാമത്തെ ദിവസമാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, അറസ്റ്റ് ആകുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൽ എഴുതേണ്ടി വന്ന, അല്ലെങ്കിൽ ആ പ്രണയിനി ആ വ്യക്തിയെ കാണുന്ന ഒരു സീൻ ഉണ്ടല്ലോ. ആ സീനിൽ ഈ പറഞ്ഞ, ഞാൻ പറഞ്ഞ പോലെ സാറിന് ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു നേരെ മറിച്ച് ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പ്രശ്നം ഡൗൺ വരുന്നവർ ഇപ്പം അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സമയം തന്നെ തിരിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡൗൺ ആയി, നമ്മൾ ചിലപ്പം മറ്റേ പത്തനംതിട്ടക്കാരൻ ഫ്ലൈറ്റിൽ വെച്ച് സാറിനെ കണ്ടപ്പോൾ ഉള്ളൊരു ചിന്താഗതി ഉണ്ടാവില്ല. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ 10 ദിവസം ജയിലിൽ കിടന്നു കഴിഞ്ഞ്, ജയിലാണ് സംഭവം. പക്ഷെ എനിക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പം എനിക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരെ വിട്ടുവരാൻ എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടുത്തെ ഒരാളായിപ്പോയി. എന്തോ ഇത് തന്നെ. ഈ 10 ദിവസം എന്ന് പറയുന്നത് അത് നമുക്കൊരു 10 വർഷം പോലെയാണ് അവിടെ തോന്നുന്നത്. അതിൻ്റെ അകത്ത് ആ സമയത്ത് കിടക്കുമ്പോഴും എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർ പല രീതിയിൽ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും എന്നെ കാണാൻ വരികയും മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ കുറച്ചും കൊണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സുകൾ കൊണ്ട് തരുന്നു, എൻ്റെ ഡ്രസ്സ് തയ്ച്ച് തരുന്നു. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ്. അത് ഇതുമായിട്ട് യാതൊരു ഈ പിക്ചറിലേ ഇല്ലാത്ത ആൾക്കാരാണ്. അതിനകത്ത് പെൺകുട്ടികളുണ്ടാവാം. എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ എന്നും ഉണ്ടായിരുന്നു. അന്ന് ഈ പ്രണയം, അന്ന് എനിക്ക് പ്രണയങ്ങളുണ്ടായിരുന്നു, ഇപ്പോഴും എനിക്ക് പ്രണയങ്ങളുണ്ട്. അപ്പോൾ അന്ന് എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പറഞ്ഞാൽ ആ ഒരു വിവാഹം കഴിക്കാൻ അങ്ങനത്തെ ഒരു പ്രണയമല്ല. നമ്മൾ നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു. എന്നും സൗഹൃദങ്ങൾക്ക് വില കൊടുക്കുന്ന ആളാണ്. എൻ്റെ ഫേസ്ബുക്കിൽ നോക്കി അറിയാം, ഞാൻ എഴുതിയിരിക്കുന്നത് സൗഹൃദങ്ങളെ എപ്പോഴും കൂടെ ചേർത്ത് പിടിക്കാനും. ഇന്ന് ഈ കേരളത്തിലാണെങ്കിലും ഏതെല്ലാം സ്ഥലങ്ങളിലും ഉള്ള ഫ്രണ്ട്സും സുഹൃത്തുക്കളുണ്ട്. ഇപ്പം എൻ്റെ ഈ പുസ്തകപ്രകാശനത്തിന് വന്ന കേരളത്തിൻ്റെ മിക്ക ഭാഗത്തു നിന്നുള്ള ആൾക്കാരുമുണ്ട്. അവർക്കൊന്നും ഞാനൊന്നും കൊടുത്തിട്ടോ അവരെനിക്കൊന്നും തന്നിട്ടോ ഒന്നുമില്ല. ബന്ധങ്ങളെ ഞാൻ എപ്പോഴും പിടിക്കുന്ന ആളാണ്. ഇതിപ്പോൾ അന്ന് ആ കുവൈറ്റിൽ അന്ന് എനിക്ക് മറ്റൊരെക്കാട്ടി കുറച്ചും കൂടെയും എനിക്ക് എൻ്റെ അവിടുത്തെ ഫുഡ്, നല്ല ഫുഡും കാര്യങ്ങളാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഒരു സംസാരിക്കാനും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മലയാളി നേഴ്സുമാരെ ജയിലിൽ തന്നെ ഉണ്ട്. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ കടയിൽ വരുന്ന ആൾക്കാരാണ്. അവരോട് സംസാരിക്കാനായാലും എനിക്കൊരു മെസ്സേജ് പുറത്തോട്ട് പാസ് ചെയ്യാനും അങ്ങനെ ഒരു സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ നഷ്ടങ്ങളും എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ ചെറിയ വേദനകളുണ്ടാവും. ഞാൻ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഇന്നതാവുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റും എന്നെനിക്കാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് മേഖല ഇന്ന ജോലിയെന്നോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ഒന്നുമില്ല, നമുക്ക് സന്തോഷം കിട്ടുന്ന ജോലിയാണ്. ഞാൻ എല്ലാത്തരം ജോലികളും ഇപ്പോഴാണ്, ഇപ്പം നാളെ ഒരു അവസരം ഞാൻ പറഞ്ഞില്ലേ, പലവട്ടം നമ്മൾ 0 ആയാലും നമുക്ക് അവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ ഒന്നേ ഉള്ളൂ, നമ്മളാരും ചതിക്കാതിരിക്കുക.
ആരുടെയും കണ്ണീര് വീണ ഇതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വരേണ്ടതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരും. തീർച്ചയായും ഇത് യൂണിവേഴ്സൽ പവറാണ് അത്. കാരണം ഞാനിപ്പോഴും പലരോട് പറയാറുണ്ട്, ഇപ്പോൾ ഈ നിസാര കാര്യങ്ങൾ കാണുമ്പോഴത്തേന് അത് ജീവിതം തീർന്നു അല്ലെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ട ഇത്. ഞാനിതിപ്പോൾ മിൻസ്റ്റർ കാസിലാണ്, ഞാൻ ഇവിടെയും വർക്ക് ചെയ്തിട്ടുള്ള. ജോലി നഷ്ടപ്പെടും, അത് സ്വാഭാവികമാണ്. നമ്മളൊന്നും ഒരിടത്തും ഒന്നും ശാശ്വതമായിട്ടല്ല. നമ്മൾ നോക്കി ഏതെങ്കിലും പ്രൊഫഷണൽ നോക്കി അവരാരും സ്ഥിരമായിട്ടില്ല. പലരും പല സാഹചര്യങ്ങളനുസരിച്ച് മാറി മാറി പോകും. അത് വേറൊന്നിലേക്ക് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് വേറൊരിടത്തേക്ക് കിട്ടും. കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി അത് തന്നെ വീണ് പോവാതെ അത് തന്നെ വീണ് പോകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും എത്ര ശക്തരും എത്ര ഇതാണെങ്കിലും നമ്മൾ ജീവന് പോകും. പിന്നെ എനിക്ക് വന്ന കുടുംബവും എന്നോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാരായിരുന്നു, എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും അന്ന് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് ഞാനത് മാറ്റി കൊടുത്തു. ഞാൻ അതേ രീതിയിൽ തന്നെ സഞ്ചരിച്ചില്ല. ഞാനിവിടെ വന്നു, അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് വന്ന് അതിൻ്റെ ഇടയ്ക്കാണ് ഈ യാത്രകൾ ചെയ്യുന്നത്. ഈ പുസ്തകമൊക്കെ ഞാൻ പിന്നെ പറയാം. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന പരിപാടി വീണ്ടും ഞാൻ പരിപാടി വന്നു. ഇവിടെ കോട്ടയത്ത് ചെറിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അത് ഇതായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ റിയൽ എസ്റ്റേറ്റിലേക്ക് പോയി. അവിടെ വന്നു കഴിഞ്ഞ് ഇത്രയും അനുഭവം ഉണ്ടായിട്ട് പോലും ഞാൻ വീണ്ടും ചതിക്കപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ ഒരു സൗഹൃദം മുഖേന എൻ്റെ ഉണ്ടായിരുന്ന എന്താ പറയുക പൈസ വീണ്ടും ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ വേറെ ഇതിലും അത് നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞാണ് ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നത്. ന്യൂസിലാൻഡിൽ പോയി പല കാര്യങ്ങൾ ചെയ്ത് പല ജോലി പല ബിസിനസ്സുകളൊക്കെ ചെയ്തു. ഈ ന്യൂസിലാൻഡിൽ പോകുന്നത് ആരുടെ കെയർ ഓഫിലാണ്? അതായത് ഇപ്പം നമ്മൾ അത് ചോദിക്കാനുള്ളൊരു കാരണം, സാറ് തന്നെ പറഞ്ഞു ജയിലിൽ കിടന്നപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴും സൗഹൃദങ്ങളുണ്ട്, പക്ഷെ കോട്ടയത്ത് വന്ന് ഷോപ്പ് തുടങ്ങിയപ്പോഴും സൗഹൃദങ്ങളുണ്ട്, പക്ഷെ പറ്റിക്കപ്പെട്ടു. അല്ലെങ്കിൽ അല്ല, അത് എല്ലാവരും കൊണ്ട് പറ്റിയ ചില വ്യക്തികൾ അതാ പറഞ്ഞത്. നമുക്ക് എന്നാലും മനുഷ്യരിലുള്ള ഒരു വിശ്വാസം, അതെ വിശ്വാസം, മനുഷ്യരുടെ വിശ്വാസം നമുക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മുടെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടോ നമുക്ക് ഒരു മനുഷ്യനെ അത് നമ്മൾ കുറേ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടേ ഏതൊരു പാട്ടിൽ പറഞ്ഞ പോലെ ഒരു നിമിഷം മതി അലിയാൻ, അല്ലെങ്കിൽ ഒരാളെ അറിയണമെങ്കിൽ ഇത്ര നാളെ എടുക്കണമെന്ന് അറിയാതാ, ഒരു യുഗം വേണമെന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ. കാരണം ഈ സൗഹൃദം നമ്മൾ മിണ്ടുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്ന അതൊക്കെ സൗഹൃദങ്ങൾ നമുക്കൊരു വിശ്വാസം നേടി എന്ന് മാത്രം തട്ടിപ്പോൾ നടക്കുന്നില്ല, വിശ്വാസം നേടിയെടുത്ത് നടത്തുന്നില്ല. ഇതിനെക്കാട്ടി ഫ്രണ്ട്സിനെക്കാട്ടി കൂടുതൽ ഈ എന്താ പ്രണയങ്ങൾ ചതിക്കപ്പെടുന്നില്ലേ? 1 വർഷവും 2 വർഷവും കൂടെ താമസിച്ചിട്ടും അല്ലെങ്കിൽ എല്ലാം നേടിയെടുത്തിട്ട് പിന്നെ ഉപേക്ഷിക്കപ്പെടുന്നില്ലേ? അതിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാകുന്നത്, എവിടെയും ഉണ്ടാവും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല. അല്ല, അപ്പൊ ഈ ന്യൂസിലൻഡിലേക്ക് പോവാൻ പിന്നെയും സൗഹൃദങ്ങളാണോ അത് സ്വന്തമായിട്ടൊരു ഡിസിഷനാണ്? ഇനി അല്ലല്ല, ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന പത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്തൊക്കെ ആ സമയങ്ങളിൽ ഒരു ഇതുണ്ടായിരുന്നു, ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോകാൻ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റികൾ. അങ്ങനെയാണ് നമ്മൾ ശ്രമിച്ചത്. അങ്ങനെയാണ് കാരണം നമ്മൾ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ പിടിച്ചു കയറാൻ ഇതൊരു വള്ളി നമ്മളെല്ലാം ശ്രമിക്കുക. നമ്മൾ 10 കാര്യത്തിൽ ശ്രമിച്ചാലേ ഒരുപക്ഷെ നമുക്കൊരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും നേട്ടമൊന്നല്ല, ഇത് ആർക്കും ചെയ്യാവുന്ന കാര്യമല്ല. അത് ഞാനിത് അങ്ങനെ ചെയ്തെന്നല്ല, അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളൂ. പക്ഷെ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പല കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെ ഭാഗത്ത് അത് ഏത് സമയത്താണെങ്കിലും ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് എത്ര നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ കുറ്റങ്ങളാണ് നമ്മുടെ മലയാളികളുടെ അങ്ങനെ ഒരു മെയിനായിട്ടുള്ള ഇതാണല്ലോ. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും മലയാളികളെ അധികം നമ്പാതിരിക്കുക. മറ്റുള്ളതിൽ നിന്നെക്കാട്ടി ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചില മലയാളികളിൽ നിന്നാണ്. സാറിപ്പോൾ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിൽ പോകുന്നത് ആ പത്രപരസ്യം കണ്ടിട്ടാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത് തന്നെ, നമുക്ക് മനുഷ്യരിലുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പോകുന്നൊരു ഇതുണ്ടല്ലോ. അതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നത്, എനിക്ക് മനുഷ്യരിലെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഈ ലോകത്തോടെയുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന്. പക്ഷെ അന്ന് പോലും സാറിന് ഈ പ്രതീക്ഷ, അല്ലെങ്കിൽ അത് നമ്മുടെ സ്വന്തം കഴിവിൽ നമുക്കുള്ളൊരു കോൺഫിഡൻസ്, രണ്ടാമത് നമുക്ക് ജീവിച്ചേ മതിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലില്ലേ? ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഇതായിരുന്നോ, അതോ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളതായിരുന്നോ? പറ്റുമെന്നുള്ളതല്ല, നമ്മുടെ സാഹചര്യങ്ങളാണ്. ഒരു മനുഷ്യനെ അവനെ രൂപാന്തരപ്പെടുത്തുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണ്. നമ്മളെ താങ്ങാൻ ആളുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കും, നമ്മളെ താങ്ങാൻ ആളില്ലെങ്കിൽ നമ്മൾ സ്വയം ചെയ്തേ മതിയാവും. താങ്ങാൻ ആളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ഒരാൾ എത്ര ചെയ്യാൻ പറ്റും? നമുക്ക് വേണേൽ പൈസ തന്ന് സഹായിക്കാതിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കും. ഒരു മനുഷ്യനെ അവന് ഒരു അസുഖം വന്ന് കിടക്കുമ്പോൾ അവൻ്റെ കൂടെ കിടക്കാൻ ആരെങ്കിലും കാണും, ആ ആൾ തന്നെ അനുഭവിക്കണ്ടേ? അതേ അവസ്ഥയിലാണ്
ഇപ്പം ഈ ന്യൂസിലാൻഡോ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ വേറെ രാജ്യമൊന്നുമല്ല, എനിക്ക് വേറെ എവിടെയെങ്കിലും അപ്പം നാട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ ഏകദേശം 2 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല പരിപാടികളും ചെയ്തു. ബാംഗ്ലൂരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അവരോട് ചേർന്ന് കുറേ IELTS OETയുടെ പരിപാടികൾ ചെയ്തു. കേരളത്തിൽ നിന്ന് ഉള്ള സ്റ്റുഡൻസിനെ ബാംഗ്ലൂരിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അതങ്ങനെ പല പരിപാടികളും ചെയ്തു. അന്നേരം നമുക്ക് കൂടുതൽ ന്യൂസിലാൻഡിനെക്കുറിച്ചും ഓസ്ട്രേലിയയെക്കുറിച്ചും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പരസ്യം കണ്ടല്ല നമ്മൾ പോയത്. പരസ്യത്തിലൂടെ നമുക്ക് മനസ്സിലായി ആ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. അല്ലാതെ പരസ്യം കണ്ടുകൊണ്ടാൽ പോകാൻ പറ്റത്തില്ല. ന്യൂസിലാൻഡിൽ പോകണമെങ്കിൽ ഒത്തിരി കുറേ കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മൾ ശ്രമിച്ചു അവിടെ പോയി. ന്യൂസിലാൻഡിൽ ചെന്ന് കഴിഞ്ഞാണേലും എന്താ പറഞ്ഞ, നമ്മൾ ന്യൂസിലാൻഡിലൊക്കെ ചെല്ലുമ്പോഴത്തേന് നമ്മൾക്ക് ഇന്ന ജോലിയൊന്നും കിട്ടത്തില്ല. ചെറിയ ജോലികളും പല കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് നമ്മൾ പല ബന്ധങ്ങളും കാര്യങ്ങളാകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അല്ല, ഇപ്പം തന്നെയും ഒരുപാട് കുട്ടികൾ ഇപ്പം സ്റ്റുഡൻസ് വിസയിൽ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് വിസയിൽ പോയിട്ട് അവർ അവിടെ നിന്ന് റീൽസൊക്കെ ഇടുമ്പോൾ അവർ പറയുന്നത് ഇത്ര മണിക്കൂർ ഉറക്കമാണ്, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കഷ്ടപ്പാടാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ റീൽ ഇടുന്നത്. ആ മുഖത്ത് തുപ്പി ലാസ്റ്റ് അവരുടെ റീലിൽ കാണും അവരിതെല്ലാം കൂടെ കൂട്ടി സമ്പാദ്യം കൊണ്ടൊരു കാറ് വാങ്ങിച്ചതിൻ്റെ സന്തോഷം, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സന്തോഷം. അന്നത്തെ കാലത്ത് ഇത്രയും പോലും സൗകര്യങ്ങൾ ഇല്ലാതിരുന്നൊരു സമയമാണ്, അല്ലെങ്കിൽ ഇത്രയും എമൗണ്ട് പോലും നമുക്ക് വർക്കിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്നില്ല. ഇപ്പോൾ അതും തമ്മിലുള്ളത് അതിൻ്റെ വ്യത്യാസം പറഞ്ഞാൽ ഓരോ രാജ്യത്തും ഡിപ്പെൻഡാണ്. ഈ റീൽസ് ഇടുന്നതും പല രാജ്യത്തെയും പല യൂറോപ്യൻ കൺട്രീസ് എല്ലാം വ്യത്യസ്തമായ രീതികളാണ്. ഞാനൊക്കെ ചെന്ന സമയത്ത് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റികൾ കൂടുതലുണ്ടായിരുന്നു. കാരണം അത്രയും ആൾക്കാരില്ലായിരുന്നു. നേഴ്സുമാർ വന്നു കഴിഞ്ഞാൽ നേഴ്സുമാർക്ക് ന്യൂസിലാൻഡിൽ ജോലി കാര്യങ്ങൾ. ഇപ്പം ഇന്ന് ഒരു നേഴ്സ് ചെന്നാൽ പോലും ന്യൂസിലാൻഡിൽ ജോബില്ല. അതെയാണ് കാരണം അവിടെ നിന്ന് അവരവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ മിക്കവാറും നേഴ്സുമാരും മെയിൻ സിറ്റികളിലല്ല, ഉൾപ്രദേശങ്ങളിലാണ് അവർക്ക് കൂടുതൽ ഇതുള്ളത്. അതായത് റിമോട്ട് ഏരിയകളിൽ. അവിടെ ഇപ്പം ജോലി എടുക്കുമ്പോഴത്തേന് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം 5 വർഷം അവിടുത്തെ ഇതനുസരിച്ച് അവർക്ക് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് PR കാര്യങ്ങളായി കഴിഞ്ഞ് അതിനുശേഷം അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ജോബ് ശരിക്കും കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാരല്ലേ വരുന്നത്. അതൊക്കെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇപ്പോൾ അന്ന് പറഞ്ഞ പോലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ. പിന്നെ നമ്മൾ ഈ സുഖമാണെന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തും ഇപ്പം ഇവിടെ തന്നെയാണെങ്കിലും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നടക്കുന്നതല്ല. നമ്മുടെ ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എത്ര നല്ല ജോലിയെന്ന് നമ്മൾ കാണുന്നതല്ല. ഒരു കലക്ടറിനോട് ചോദിച്ചാൽ പറയും, കലക്ടർ പറയാൻ ഞാൻ കൂലിപ്പണിക്ക് പോകുന്നതാണ് എനിക്ക്. കാരണം വെച്ചാൽ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൂടുതലാണ്. അന്ന് പറഞ്ഞ പോലെ ഉള്ളൂ, കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യും. കാരണം അതൊക്കെ ഇപ്പം വിളിച്ചു പോകേണ്ട കാര്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ചോദിക്കാമല്ലോ, അവരെന്തിനാണ് പിന്നെ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത്? നാട്ടിൽ വന്ന് ജീവിക്കാൻ പറ്റും. നാട്ടിൽ ജോബ് ഓപ്പർച്യൂണിറ്റികളില്ലേ ഒരുപാടുണ്ട്. കാരണം ഇവിടെ എന്തുമാത്രം പിന്നെ മറ്റ് സംസ്ഥാനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നു. അപ്പം നമുക്ക് എല്ലാം വേണം. നമുക്ക് കുറേ എന്താ പറഞ്ഞേ, അവിടുത്തെ സുഖസൗകര്യങ്ങളും വേണം, അല്ലെങ്കിൽ എന്താ പറഞ്ഞേ അവരുടെ പണവും വേണം, അവരുടെ ജീവിത രീതി വേണം. പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശകലമൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കഷ്ടപ്പാടിൽ കൂടെ അല്ലാതെ ഒരിക്കലും ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല നേരായ ഒരു കുറുക്കോഴി കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പം ന്യൂസിലാൻഡിൽ ചെന്നതിന് ശേഷമാണ് പിന്നീട് ഒരു അപ്പ് ഉണ്ടായതെന്ന് വേണേൽ പറയാൻ പറ്റും. അപ്പ് ജീവിതത്തിൽ എപ്പോഴും ഏറ്റക്കുറിച്ചായിട്ട് തന്നെ ഉണ്ട്. അതിപ്പോഴും അപ്പാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് നമ്മൾ ഏത് സമയത്തും അത് താഴ്ചകളും ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ നമുക്ക് ഓക്കെ എന്ന് വേണേൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്തുനിന്ന് അത് മറക്കാൻ വേണ്ടി ഞാൻ യാത്രകളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ സിനിമയാണല്ലോ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതി പോകും. ഒരു കാര്യം എൻ്റെ വ്യക്തിപരമായിട്ട് കാര്യം ഞാൻ ഒരു കാര്യം ഓർത്ത് അങ്ങനെ വിഷമിക്കാറില്ല. വിഷമങ്ങളുണ്ടാവും, പക്ഷെ ആ വിഷമങ്ങളോട് തന്നെ നമ്മൾ നമ്മളെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് ടെൻഷൻ എടുത്തിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ശരീരം കളയാൻ നമുക്ക് കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളതേ ഉള്ളൂ. എൻ്റെ ഫാമിലിയിലെ ആൾക്കാർ വയ്ക്കും, ഞാൻ ഒരു കാര്യത്തിനും ടെൻഷനില്ല, ഞാൻ എടുക്കുന്ന ആളല്ല. ഒരു കാര്യത്തിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിലുണ്ടാകും, പക്ഷേ അതിനെക്കുറിച്ച് ഞാനിതില്ല. അപ്പം എനിക്കൊരു ഏതെങ്കിലും ഒരിടത്ത് ജോലി, ഓക്കെ നീ നാളെ തൊട്ട് വരണ്ട, ഓക്കെ ഞാൻ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ഇറങ്ങത്തുള്ളൂ. അല്ല അവിടെ പിടിച്ച് നമ്മൾ കരഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ ഒരു ഇതല്ല. അപ്പം ഞാൻ ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ പല ജോലികൾ ചെയ്തു.
ഞാൻ പറഞ്ഞില്ല വാട്ടർ ഫീൽഡായിരുന്നു. ഉം. ഞാൻ കുറേ നാൾ എന്താ പറഞ്ഞ ഫുഡ് പ്രോസസ്സിങ് കമ്പനിയിൽ ജോലി ചെയ്തു. ഉം. അത് കഴിഞ്ഞ് അവിടെ നിന്നുകൊണ്ടപ്പോൾ അത് കഷ്ടപ്പാടുള്ള ജോലിയാണ്, പക്ഷേ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ആ കഷ്ടപ്പാട് ഞാൻ ഹാപ്പി ആയിട്ട് എടുത്തു. രാവിലെ ചിലപ്പം വെളുപ്പിന് 2 മണിക്കായിരിക്കും ജോലിക്ക് കയറുന്നത്. ഉം. നമുക്ക് അവിടെ എല്ലാം മണിക്കൂറിലാണല്ലോ സമയം, നമുക്ക് ആവശ്യത്തിന് മണിക്കൂറും കാണും. പക്ഷേ ജോലി കഷ്ടപ്പാടാണ്. ഉം. പക്ഷേ ഞാനത് കുറച്ച് കൊണ്ടുപോയി അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു പോയി. ഉം. നമ്മൾ ഏത് ജോലിയാണെങ്കിലും അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ഓക്കെ ഇതാണെങ്കിൽ എനിക്ക് പറ്റും ഇത് ചെയ്യാൻ. അതേസമയം വേറൊരു ആൾക്കാർ, ഞാൻ പലർക്കും അവിടെ ജോലി മേടിച്ചു കൊടുത്തു. അവർ ഒരാഴ്ച 2 ആഴ്ച കൂടുതൽ അവിടെ നിൽക്കത്തില്ല. കാരണം ഹാർഡ് വർക്കുണ്ട്. പക്ഷേ ഞാനത് എൻ്റെ അത് പോസിറ്റീവ് ഉണ്ട്. നമ്മുടെ ഹെൽത്ത്, നമുക്കൊരു എക്സസൈസ് തന്നെ പകരമായിട്ട് അത് ഉപയോഗിക്കാമല്ലോ. ഓ. പക്ഷെ ഞാനവിടെ ഹാപ്പിയായിരുന്നു, കുറേ നാൾ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പിൽ എന്താ പറഞ്ഞത് ഒരു സൂപ്പർ മാർക്കറ്റ് ചെയ്തു. അതവിടെ തിന്നു. അതോടൊപ്പം ഞാനൊരു ന്യൂസ് പേപ്പർ അവിടെ ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്ന ജോലി ഇന്നതേ ചെയ്യത്തുള്ളൂ. ഞാൻ പറ്റുന്ന ഏത് ജോലിയും, എനിക്ക് ന്യൂസ് പേപ്പറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ എന്താ പറഞ്ഞ പത്രപ്രവർത്തനം ഇതിനു മുമ്പൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഉദ്ഘാടനം ചെയ്തത് തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആരും വരാൻ വേണ്ടിയിരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ലീഡറാണ്, പ്രതിപക്ഷമാണ് വന്നത്. പിന്നെ എംപിമാർ കാര്യങ്ങളുണ്ട്. നല്ല രീതി തന്നെയാണ് ഭംഗിയായിട്ടുള്ളത്. പത്രത്തിൻ്റെ 1ാമത്തെ വാർഷികത്തിന് അന്ന് പ്രവാസകാര്യ നമ്മുടെ വയലാർ രവിയാണ് വന്നത്. പുള്ളി നമ്മുടെ അന്ന് പുള്ളി ഭരണമുള്ളതാണ്. പുള്ളിക്കാരനാണ് വന്നത്. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യവും, കാരണം ഇവിടുത്തെ പോലെ നമ്മൾ വലിച്ചു വാരി കിട്ടുന്ന ന്യൂസുകൾ ഇടുവല്ല. അവർക്കൊരു ഇതുണ്ട്. അവരുടെ ന്യൂസുകൾ അവർ നമുക്ക് അയച്ചു തരും. എന്ത് ഇടണം ഏത്, അല്ലാതെ ഗവൺമെൻറ് തന്നെ നമുക്ക് തരും. അതെ അന്ന് പറഞ്ഞ പോലെ നമ്മൾ തരും. പിന്നെ എൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ, അതായത് മീറ്റുകളെ മിനിസ്റ്റേഴ്സ് വരുന്ന അവിടെ പോവുക. പിന്നെ നമ്മൾ പത്രപ്രവർത്തനം ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കയറി ചെല്ലാം. അങ്ങനെ ഒരു ഇതുണ്ട്. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായിട്ട് നിർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞതിൽ സിജുവേണ്ട വേറെ 2 കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ഓഫ് റോഡിങ്, അതായത് ട്രാവൽ ചെയ്ത് എൻ്റെ 62 മേലെ കൺട്രീസിൽ ട്രാവൽ ചെയ്തു. സെക്കൻഡ് വണ് നല്ലൊരു മൃഗസ്നേഹിയാണ്. തീർച്ചയായിട്ടും മൃഗസ്നേഹിയാണ്. എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഇരുകാലികളെക്കാട്ടി കുറച്ചും കൂടെ ബെറ്റർ നാൽക്കാലികളാണ്. ഇരുകാലികൾ മോശമെന്നല്ല പറഞ്ഞത്, നന്ദിയും കടപ്പാടും ഉള്ളത് എനിക്ക് വന്ന നാൽക്കാലികൾക്കാണ്. മനുഷ്യന്മാരെ കുറ്റം പറഞ്ഞില്ല, കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു കേട്ടോ. എനിക്ക് ഒരുപാട് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. നമ്മൾ കൂടെ ചേർത്ത് പിടിച്ചും നമ്മുടെ കൂട്ടത്തിൽ വളർന്നവരൊക്കെ പിന്നീട് നമ്മളെ മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും മോശം, നല്ല മനുഷ്യരുണ്ട്. ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഈ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഉള്ളത്. ഒരു മനുഷ്യനെ 90% ആൾക്കാരും ആരെങ്കിലും സ്നേഹിക്കുന്ന അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പ്രതീക്ഷിക്കുന്ന ആൾക്കാർ പ്രതീക്ഷിക്കാതെ കിട്ടാതെ വരുമ്പം അവർക്കൊരു നിരാശ ഉണ്ടാവും. അതാണ് ഈ പുസ്തകത്തിലെ ഉപാധി. അത് അല്ലാതെ പുസ്തകമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളെ സഹായിക്കുകയോ പിന്നീട് എൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് കിട്ടുമോയെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവൻ എനിക്ക് മേടിച്ചു തരണമെന്ന് അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നമ്മുടെ കടമകൾ നമ്മൾ ചെയ്യുക, നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരോട് നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളൊരു കൂട്ടത്തിൽ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരും പല ബന്ധങ്ങളും ചില സമയങ്ങളിൽ സാഹചര്യം അനുസരിച്ച് പോകും. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ട് നമ്മുടെ മരിച്ചാലും പെടുത്തല്ല, നമ്മളെ പഴയ ഓട്ടോഗ്രാഫൊക്കെ എടുത്തു കഴിഞ്ഞാൽ നീ എന്നെ മറന്നാൽ എന്നെ മറക്കല്ലേ, നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്നവരുണ്ട്. അന്ന് പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ അന്നത്തെ ആത്മാർത്ഥമായിട്ടുള്ള കൂടെ ഇരുന്ന് പഠിച്ച ആൾക്കാരെ ഇപ്പം ചിലരെ കാണുമ്പം ആ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇപ്പം വെറും പരിചയക്കാർ മാത്രമാണ്. അത് അവരുടെ കുറ്റമോ നമ്മുടെ കുറ്റമല്ല. അത് കാലത്തിൻ്റെ ഒരു എന്താ പറഞ്ഞേ പോക്കിലൂടെ നമ്മളെല്ലാം വ്യത്യസ്തമാണ്. ഓരോരുത്തർ പ്രായം ചെല്ലുന്നതനുസരിച്ച് ഓരോ മേഖലയിലേക്ക് പോകുന്നു. പിന്നെ അവരുടെ സാഹചര്യങ്ങൾ, എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളില്ല. അപ്പം ഞാൻ ഈ പറയുന്നത് എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, മനുഷ്യരെ ഇഷ്ടമാണ്, മൃഗങ്ങളെ ഇഷ്ടമാണ്. ഞാൻ ന്യൂസിലാൻഡിൽ നിന്നാണ് 2 എൻ്റെ പെറ്റ്സിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയത്. സെയിം ഫ്ലൈറ്റിൽ തന്നെയാണ് കൊണ്ടുപോയത്. അതിൽ ഒരാൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു, ഒരാൾ ഉണ്ട്. അപ്പം മരണപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായ്ക്ക് ചോക്കെന്നാണ് എൻ്റെ പേര്. അതിന് അതിൻ്റെ പാങ്ക്രിയാസ്
പൂർണ്ണമായിട്ടും പോയി. അതിന് എന്താ പറയുക, ഇൻസുലിനാണ് ഞാൻ 1.5 വർഷത്തോളം നോക്കിയത്. എന്നെ ഡോക്ടേഴ്സ് അടക്കം അവരുടെ ആൾക്കാർ നീ എന്തിനാ ഇതിനെ എന്ന്, കാരണം രാവിലെയും വൈകിട്ടും അതിന് ഇൻസുലിൻ കൊടുത്ത് അതിന് ആഹാരം കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അതിനെ വളർത്തിയത്. അതാണ് കയ്യിലിരിക്കുന്ന ആള്. അതെ അതെ, ഇതാണ് ചോക്കോ. അപ്പം അതിനുശേഷം അവന് അവസാനം ഒരു നിവൃത്തിയില്ലാതെ അവനെ പിന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത, അവന് വേദന കൊടുക്കാതിരിക്കാൻ വേണ്ടി ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കൊടുത്തത്. ഇപ്പം എനിക്ക് ഒരു സീസർ എന്ന് പറഞ്ഞ നായുണ്ട്, അവനിപ്പം 11 വയസ്സാകുന്നു. അവന് ഇതുപോലെ അവന്, നമുക്ക് മനുഷ്യന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കത്തില്ലേ, അസുഖം വന്നതിനെ കൊണ്ട് നമ്മൾ കളയോ ഉപേക്ഷിക്കല്ലോ. നമ്മുടെ കേരളത്തിൽ അതേ പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ തെരുവ് നായ്ക്കൾ കൂടുന്നു, ബൈക്കിൻ്റെ പുറകെ ഓടി അപകടം ഉണ്ടാകുന്നു. എന്താണെന്ന് നമ്മൾ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ നായ്ക്കളെ ആരെങ്കിലും വളർത്തുന്ന കണ്ട്, അല്ലെങ്കിൽ പിള്ളേരുടെ നിർബന്ധത്തിന് ഈ നായ്ക്കളെല്ലാം വില കൊടുത്തു ബ്രീഡേഴ്സിൽ നിന്ന് വാങ്ങും. ഇതിനൊരു അസുഖമോ അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലം എന്തെങ്കിലും വരുമ്പം, അല്ലെങ്കിൽ അവർ വീട്ടിൽ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പം ഇതിനെ കൊണ്ട് ആരും അറിയാതെ വഴി കൊണ്ട് തള്ളുവാണ്. ഈ വളർത്തു നായ്ക്കളും വീട്ടിൽ വളർന്ന നായ്ക്കൾ തെരുവിൽ വരുന്നതും തെരുവിൽ വളർന്ന നായ്ക്കളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ നായ്ക്കൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു യജമാനെ ബൈക്കോ കാറോ ആ നിറം ഉണ്ടെങ്കിൽ അതിൻ്റെ യജമാനാന്നോർത്താണ് ഇത് ഓടുന്നത്. പിന്നെ ഈ വീട്ടിൽ വളർന്ന നായ്ക്കൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അതിനെങ്ങനെ റോഡ് ക്രോസ് ചെയ്യണമെന്നോ എങ്ങനെയൊന്നും അറിയത്തില്ല. അത് ഈ കാണുന്ന മനുഷ്യൻ്റെ പുറകെ പോകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ അതിനറിയുള്ളൂ. അതിനറിയുന്ന ആ ഒരു സർക്കിളിൽ വന്നതുള്ളൂ. അത് ചിലതിനകത്ത് നമ്മൾ ഈ പല ഗ്രൂപ്പുകളിലും ആനിമൽസ് റിസർച്ച് ഉണ്ട്. ചില നായ്ക്കൾ ഇതിൻ്റെ യജമാനെ മാസങ്ങളോളം കാത്തിരിക്കും. എത്രയോ കഥകളും എത്രയോ അങ്ങനെ ഒരു റെയിൽവേയുടെ ഒരു അത് ഞാൻ ജപ്പാനില്ലേ, ജപ്പാനിൽ മാത്രമല്ല ലോകത്തിലെ ഒരുപ്പെട്ട ഈ നായ്ക്കളുടെ പ്രതിമകളുടെ ഒക്കെ ആയിരിക്കും ഞാൻ പോയിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലുണ്ട്, റഷ്യയിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. അത് അവർ ആ യജമാനു വേണ്ടി അവർ ചെയ്ത എന്താ പറഞ്ഞ, ആ യജമാനു വേണ്ടി അവർ ജീവിച്ച ഇതാണ്. അപ്പൊ ശരിക്കും ഞാൻ വേറൊരു കാര്യം കേട്ടിരുന്നു, കേരളത്തിൽ അരിക്കൊമ്പന് വേണ്ടിയിട്ട് വരെയും. അരിക്കൊമ്പന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അരിക്കൊമ്പന് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അന്നത്തെ ചില ചാനലുകളിൽ എന്നെക്കുറിച്ചുള്ള ഇത് ന്യൂസ് വന്നിരുന്നു. അരിക്കൊമ്പനെ പൂർണ്ണമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത്, അരിക്കൊമ്പനോടുള്ള സ്നേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് എൻ്റെ ഓഫ് റോഡ് വണ്ടിയുടെ മുകളിൽ അരിക്കൊമ്പൻ്റെ പേരാണ്. അതുമാത്രമല്ല, ഞാൻ കേരളത്തിലെ ഞങ്ങളെ ഹെൽപ്പ് ഫോർ ആനിമൽസ് എന്നും പറഞ്ഞുകൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ല, ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് അഡ്മിനാണ് ഞാൻ. അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ തെരുവിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നായ്ക്കളെ സംരക്ഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ചികിത്സകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സാമ്പത്തിക പരിമിതികളുണ്ട്. എല്ലാവർക്കും നായ്ക്കളെ എല്ലാവരും ഇതിൻ്റെ അകത്ത് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടുണ്ട്. നിങ്ങൾക്ക് മൃഗസ്നേഹികൾക്ക് എന്താ ഇതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് വളർത്തിക്കൂടെ എന്ന്. അതിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യസ്നേഹികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ അല്ല, അത് ഗവൺമെൻറ്റിനാണ്. ഓരോ പഞ്ചായത്തിനും 1 ലക്ഷം രൂപ തൊട്ട് 4 ലക്ഷം രൂപ വരെ ഫണ്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ ഫണ്ടൊക്കെ എവിടെ പോകുന്നതെന്ന് അത് ഗവൺമെൻറ്റിനോട് ചോദിക്കാത്ത കാര്യം. ഇത് ചില ആൾക്കാർ ഇത് സഹായം ചെയ്യുന്നതിന്, ഇത് സംരക്ഷിക്കുന്നതിന് അവരുടെ തലയിലോട്ട് അവർ നോക്കണം എന്നുള്ളതാണ്. അല്ല, ഇത് പറയുമ്പോൾ തന്നെ 1-2 കാര്യം നമുക്ക് പറഞ്ഞങ്ങ് പോകാം. ഈ അടുത്തിടെ ഒരു കുട്ടി പിന്നെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെ? കണ്ണൂരല്ല, കായംകുളം ഭാഗത്തെങ്ങാണ്ട്. അപ്പൊ ആ കുട്ടി മരിച്ചപ്പം എല്ലാവരും തെരുനായ്ക്കളെ കൊല്ലണം ഇങ്ങനെ കൂട്ടത്തോടെ ആക്രമിച്ച. പിന്നീട് കുറെ ആളുകൾ ഫേസ്ബുക്കിൽ എഴുതി അവിടെ മാലിന്യം കൊണ്ടിട്ടിരുന്നു. ആ മാലിന്യം കൊണ്ടിട്ട മാലിന്യം തിന്നാൻ വന്നവരെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാറുണ്ട്, ഈ പട്ടികളെ ഓടിച്ചു വിടാറുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടിക്കിട്ട് കടിയേറ്റാന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ തെരുവ് നായ്ക്കളെ ഇപ്പം എല്ലാവരും പറഞ്ഞല്ലോ സാർ, പറഞ്ഞാൽ നമ്മളൊക്കെ ആണെങ്കിലും പലരും ഷെൽട്ടർ ഹോം ചെയ്യുമ്പോഴും എല്ലാവരും ഈ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ നിൻ്റെയൊക്കെ വീട്ടിലൊരാളെ കടിക്കുമ്പോഴേ നിനക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വാദം പറയുന്നവരെ തികച്ചും ഖണ്ഡിക്കുന്നത്. വാദം ആർക്ക് വേണമെങ്കിലും പറയാം. ഈ നിഹാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു പയ്യനെ ഫേമസ്, എല്ലാവരും കണ്ടില്ല, കണ്ണൂർ സൈഡിൽ ഒരു കുട്ടിയെ പട്ടി കടിച്ചത്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് പോലും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ കൊല്ലത്ത് എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അറിയത്തില്ല. എവിടെ ക്രൂരരായ മനുഷ്യരുണ്ടോ അവിടുത്തെ നായ്ക്കളും ക്രൂരരായിരിക്കും. കാരണം ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല തെരുവുനായ്ക്കളുള്ളത്, 20,000 കോടി തെരുവുനായ്ക്കളാണ് ലോകം മൊത്തം ഉള്ളത്. നിങ്ങൾ തുർക്കി പോലുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നായ്ക്കളും പൂച്ചകളും തെരുവിക്കണം, അവരാരും ഉപദ്രവിക്കാറില്ല.
ഇവർ ആഹാരത്തിന് വേണ്ടി മാത്രമാണ് ഇവർ നടക്കുന്നത്. മനുഷ്യനെ പോലെ വേദനയും വിശപ്പും എല്ലാം ഈ മൃഗങ്ങൾക്കുണ്ട്. അവർക്ക് ആഹാരം കിട്ടുന്നില്ല. കാരണം അവർക്ക് ഇത് തെരുവിൽ വളരുന്ന, അല്ലെങ്കിൽ ഇത് ABC പോലുള്ള ഇതുണ്ട്. വന്ധീകരണം പറഞ്ഞുകൊണ്ട് കോടികളാണ് ചിലവെക്കുന്നത്. എവിടെ വന്ധീകരണം നടക്കുന്നു? ഈ ഫണ്ടുകളെല്ലാം പോകുന്നു. ഒരു ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയല്ലോ പറഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും പെരുകുന്നു? അത് ജനങ്ങൾക്ക് ചോദിക്കണ്ടേ? അത് ചോദിക്കാതെ ഇവർ ആഹാരം തേടുന്ന സ്ഥലത്ത് വരുമ്പം അവരെ ഉപദ്രവിക്കുമ്പം അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. നമ്മളെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞുകൊണ്ടുള്ളൂ. അല്ലാതെ ഇവർക്ക് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിക്കോളും. ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എവിടെയെങ്കിലും ആഹാരം കിട്ടുമെന്നും പറഞ്ഞാണ് പരക്കം പായുന്നത്. അതായത് ചിലത് അവർക്ക് ആഹാരം ആവശ്യത്തിന് കിട്ടുന്നില്ല. കുറേ പുല്ലും, ചില നായ്ക്കളൊക്കെ പുല്ലൊക്കെ ഇട്ടിട്ട് അവർ ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന നായ്ക്കളെ കൂടെ വണ്ടി കയറ്റി ഓടിക്കുക, ഇവരെ ഉപദ്രവിക്കുക. അതായത് കല്ലെടുത്ത് എറിയാനാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഒരു നായെ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കാനാണ് പഠിക്കുന്നത്. ആ കല്ലെടുത്ത് എറിയുമ്പം ചില നായ്ക്കൾ പ്രതികരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനിയിപ്പോൾ അരിക്കൊമ്പനിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആളുകൾ അരിക്കൊമ്പനിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വന്യമൃഗങ്ങൾക്ക് ഭയങ്കര ശല്യമുണ്ടാക്കുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ പോലും അവർ പറയുന്നത് നിങ്ങളാരും ഈ പ്രദേശത്ത് താമസിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വന്യമൃഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് അറ്റാക്ക് ഉണ്ടാക്കുന്നതെന്നും ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അരിക്കൊമ്പൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പോലെ തന്നെ അരിക്കൊമ്പൻ്റെ ഇഷ്യൂവിൽ ഒരു നിലപാട് എന്തായിരുന്നു? ഐക്യദാർഢ്യം ഓക്കെ, എന്നാലും ഒരു നിലപാട് എന്തായിരുന്നു? അത് നമ്മൾ കൂടുതൽ ഈ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ആ സ്ഥലം അവിടെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. അന്നത്തെ ഗവൺമെൻറ് അവിടുത്തെ ജനങ്ങളെ ചതിക്കുമായിരുന്നെന്നാണ് എൻ്റെ അറിവ്. അത് ആനകൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് കൊണ്ട് ജനങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയല്ലേ ഈ കാട്ടുമൃഗങ്ങൾ എന്തുകൊണ്ടാണ് ഈ നാട്ടുപ്രദേശത്ത് ഇറങ്ങുന്നത് എന്ന് അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം, വിദേശങ്ങളിൽ ഇല്ലാത്ത ആക്രമണം കേരളത്തിലുണ്ടാകുന്നു? ഒരു ആന ഇറങ്ങി നിങ്ങൾ തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ വീഡിയോസും കാര്യങ്ങളും പോയിട്ടില്ലെങ്കിൽ കാണുക. അവിടെ റോഡിൽ കൂടെ ആനകളും പോകുന്നു കാണാം. അവിടുത്തെ ആൾക്കാർ അതിനെ ഉപദ്രവിക്കുന്നതല്ല, അത് സമാധാനമായിട്ട് പോകുന്നു. അതിനുശേഷം നമ്മൾ അവനെ ഉപദ്രവിക്കുമ്പോഴാണ് കൂടുതൽ ചെയ്യുന്നത്. ഒരു ആനയെ കണ്ടു കഴിയുമ്പോഴത്തേനും പടക്കവും അല്ലെങ്കിൽ തീപ്പന്തവുമായിട്ട് ഓടുവാണ്. ഇത് കാടിൽ നിന്ന് ഇറങ്ങിയതെങ്കിൽ അവരിന് ആഹാരവും വെള്ളം തേടിയാണ് പുറത്തിറങ്ങുന്നത്. അതിനാവശ്യത്തിനുള്ള ആഹാരവും വെള്ളവും അവിടെ ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. നമ്മുടെ കാടുകളിൽ ഇപ്പോൾ എന്താണ്, യൂക്കാലിപ്സ്, തേക്ക് പോലുള്ള മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ആഹാരം കഴിക്കണ്ട, വെള്ളം കിട്ടാനുള്ള സാധ്യതയില്ല. ഇതെല്ലാം ഇറങ്ങുന്നത് ഈ കുരങ്ങാണേലും ഏതാണേലും അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം നമ്മുടെ വനം വകുപ്പ്, മൃഗസംരക്ഷണം, 2 വകുപ്പുകളുണ്ട്. അവരുടെ ജോലി എന്താണ്? നമുക്കൊരു സംഭവം നമ്മളിവിടെ എന്താണ്, നമ്മളൊരു സംഭവം സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വനത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ താമസിക്കുന്നതിന് അവർക്ക് വേറെ രീതിയിലുള്ള കൃഷി സമ്പ്രദായം വയ്ക്കുക. ഇതിന് മൃഗങ്ങൾക്ക് തിന്നുന്ന രീതിയിലുള്ള വാഴയും പൈനാപ്പിളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് വരും. ഈ പന്നികൾ, നമ്മുടെ കേരളത്തിൽ ഇപ്പം കുറുക്കന്മാരെന്ന് പറഞ്ഞ സാധനമില്ല. കേരളത്തിൽ കുറുക്കന്മാരില്ല. അത് അന്യം നിന്ന് പോയി. അതിനെ നശിപ്പിച്ച് അതിൽ നിന്ന് പോയി. ഈ കുറുക്കന്മാരായിരുന്നു ഈ പന്നികൾ വളർന്നു വരുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ കഴിച്ചുകൊണ്ടിരുന്നത്. പന്നികൾ പെരുകിയപ്പോഴത്തേനും മറ്റു മൃഗങ്ങളുടെ ആഹാരമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സന്തുലനാവസ്ഥ നമുക്ക് മാറി. അതാണ് അതിൻ്റെ വരുന്ന പ്രശ്നം. ഈ പല രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഒരു ആനിമൽ കാട്ടിൽ ഇതില്ലാതായി കഴിഞ്ഞാൽ അതിനുവേണ്ടി സന്തുലനം നിലനിർത്താൻ വേണ്ടി മറ്റുള്ള സ്ഥലത്തുനിന്ന് കൊണ്ടിടും. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. ഒന്നേന്ന് തുടങ്ങണം. അല്ലെങ്കിൽ അതുപോലുള്ള ശല്യം ഉള്ളിടത്ത് ഇപ്പോൾ അത് പറ്റത്തില്ലെങ്കിൽ ഫെൻസ് പോലുള്ള ചില കാര്യങ്ങൾ ഇത് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ പിന്നെ മനുഷ്യൻ കാട്ടിൽ കയറുമ്പോഴാണ് കാട്ടിൽ നിന്നും മൃഗങ്ങൾ പുറത്തിറങ്ങുന്നത്. അതിന് ജീവിക്കാനും അതിൻ്റെ സ്ഥലത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യം കൂടുതലൊന്നും പറയുന്നില്ല, കാട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ നിത്യവും കാണുന്നില്ലേ. മനുഷ്യൻ കാട് കയറാൻ തുടങ്ങി, അപ്പം മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ശരിയാ, നമ്മൾ ഇനിയിപ്പോൾ അവർ സ്വസ്ഥമായിട്ട് കഴിഞ്ഞ സ്ഥലത്തേക്ക് മനുഷ്യൻ കയറുന്നു. ഇപ്പം ചുരുങ്ങി കാടിൻ്റെ അവസ്ഥ എന്തായി? ഈ കഴിഞ്ഞ 1 വർഷത്തിന് എത്ര കാട്ടാനകളാണ് ചെരിഞ്ഞത്? തന്നെ അസുഖമൊന്നും ചെരിഞ്ഞൊന്നുമല്ല. അപ്പം അതിനെക്കുറിച്ച്
ജനങ്ങൾ ബോധവാന്മാരാകുകയും അതിനുവേണ്ടിയുള്ള നടപടി എടുക്കുകയും ചെയ്യണം. മൃഗസ്നേഹി എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങൾ മനുഷ്യസ്നേഹം കൂടിയാണ്. മനുഷ്യനും മൃഗങ്ങളും ഒരു സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു സൗഹൃദകരമായ ഒരു ഇതുണ്ടെങ്കിൽ സമീപനം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഒരാന ഒരാളെ ഒക്കെ ചവിട്ടി കൊന്നു. ഇപ്പം കഴിഞ്ഞ ഞാൻ 1-2 വീഡിയോകളുണ്ട്. ഈ പോകുന്ന ആനയുടെ പുറകെ ചെന്നു അതിനെ ഉപദ്രവിക്കുമ്പോഴാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഈ ആനയെന്ന് പറയുന്ന മനുഷ്യരെ കാണുമ്പം അത് മരണപ്രായം, അത് പേടിച്ചാണ് ഓടുന്നത്. പേടിച്ചു പോകുന്ന ഒരാൾ എന്താ ചെയ്യുന്നത് അറിയാൻ പറ്റത്തില്ല. അതിനുള്ള അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ട രീതിയിലുള്ള എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനവും അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അതിപ്പം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പം എല്ലാ ആനകളും അങ്ങനെയാണെന്നുമില്ല. എന്തുകൊണ്ട് കാട്ടിൻ്റെ പുറത്തിറങ്ങുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, അതിൻ്റെ പഠനങ്ങളൊക്കെ നടത്തണം. എത്ര റിസോർട്ടുകളാണ് ഓരോ കാടിൻ്റെ ഉള്ളിൻ്റെ നമ്മൾ പറഞ്ഞു പോകണമെങ്കിൽ ഒരുപാടുണ്ട്. അതാ പറഞ്ഞു, നമ്മളതൊരു രാഷ്ട്രീയ കാര്യങ്ങളോ ആരോ കുറ്റപ്പെടുത്തിയൊന്നുമല്ല പറഞ്ഞത്. ഈ മനുഷ്യനായാലും മൃഗങ്ങളെക്കാരും ഈ ഭൂമി എല്ലാവർക്കും തുല്യമാവും. അല്ലാതെ മനുഷ്യൻ മാത്രമായിട്ട് ജീവിക്കാനുള്ളതല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിമിലർ ഡയലോഗ്, അതായത് ഈ പ്രകൃതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഓക്സിജൻ ഉണ്ട്, അതൊരു അളവിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ. നമ്മൾ ഈ കൊതുകിനെ കൊല്ലുന്നത്, ഈ കൊതുകെന്നൊക്കെ പറഞ്ഞ സാധനവും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ, തേനീച്ചയൊക്കെയാണ് ലോകത്തെ തന്നെ നിലനിർത്തുന്നത്. ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യന് പോലും ജീവിക്കാൻ പറ്റത്തില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മനുഷ്യന് അറിയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയാണ് തെരുനായ്ക്കൾ കൂടുന്നു അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ, നമുക്ക് പറയാൻ എളുപ്പമാണ്. അതിന് എന്തുകൊണ്ട് അതിന് മറ്റു വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? അതില്ല. ഒരു നായെ അതുപോലെ തന്നെ ഈ ബന്ധീകരണം എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന അതിന് ഓരോ സ്ഥലത്തും എന്തുണ്ട്, ആ സ്ഥലത്ത് കൊണ്ടിടാതെ വേറൊരു സ്ഥലത്ത് കൊണ്ടിടുമ്പോൾ ആ നായ ഒറ്റപ്പെട്ട് അത് അവിടെ പ്രശ്നങ്ങളുണ്ടാവും. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആഹാരം കുഴിച്ചു മൂടുന്നു. അതിന് അങ്ങനെ ഉള്ളതാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ വന്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതിപ്പം കണക്കിൽ നമുക്കുണ്ട്, ഇത്ര ലക്ഷം രൂപ ഇത്ര വർഷം തീർന്നത്. അതെവിടെ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും കൊല്ലാൻ എളുപ്പം, പറയാൻ എളുപ്പം, എല്ലാത്തിനും കൊന്നു തള്ളു, അല്ലെങ്കിൽ അതെല്ലാം ഒരുമിച്ചോട് പോകുന്നുള്ള കാര്യങ്ങൾ. ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും എൻ്റെ യാത്രകളെന്ന് പറയുന്നത് ഈ ടൗണുകളും, ഞാൻ കൂടുതലും ഗ്രാമപ്രദേശങ്ങളെ കാര്യങ്ങളിലൂടെയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ സാറ് യാത്ര നടത്തിയത് 62 രാജ്യങ്ങൾ, എങ്ങനെയാണ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഓഫ് റോഡ് ഞാൻ ഓസ്ട്രേലിയയിലാണ് ഓഫ് റോഡ് നടക്കുന്നത്. പിന്നെ ഓഫ് റോഡ് ഇഷ്ടമാണ്. ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ നമുക്ക് റെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഫീസ് കൊടുക്കുക, നമുക്ക് അത് ഓടിക്കാം. ഞാൻ കൂടുതൽ ഓസ്ട്രേലിയയിലാണ് ഓഫ് റോഡ് നടത്തുന്നത്. ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്, ആ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് ഞാനിപ്പം. അത് ഓറഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയൻ മലയാളികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ന്യൂകാസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 50-അടുത്തുള്ള വണ്ടികളുമായിട്ടൊരു 2 ദിവസത്തെ ക്യാമ്പിങ്ങും ഓഫ് റോഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഓഫ് റോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മിനിമം മാസത്തിൽ ഒന്നെങ്കിലും നമ്മൾ ചെയ്യാന്നുള്ളത്. അത് ഓഫ് റോഡ് ചെയ്യുന്ന ആനയൊക്കെ വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമ്മുടെ ഒരു സന്തോഷം. പിന്നെ ഓഫ് റോഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഓഫ് റോഡ് എന്താണെന്ന് അതിനെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ സാർ നമുക്ക് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഇരുന്നത് പ്രധാനമായിട്ടും പ്രണയാദരങ്ങളോടെയുള്ള നമ്മളുടെ ആ ഉപാധികളില്ലാതെ സ്നേഹിച്ച ആരോഗ്യയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മൂനെക്കുറിച്ച് കേൾക്കാതെ. അമ്മൂനെക്കുറിച്ച് ഞാനപ്പം വീണ്ടും നമ്മൾ പഴയ കാലത്തേക്ക് പോകണം. ഞാൻ പറഞ്ഞല്ലോ 10-24 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ വാരണാസി എന്ന സ്ഥലത്തേക്ക് പോകാനിടയായി. വാരണാസി എന്ന സ്ഥലത്തേക്ക് പോകാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇന്ന ലക്ഷ്യമൊന്നുമില്ല. ഞാൻ ബോംബെയിൽ ആ സമയത്തുണ്ടായിരുന്ന സമയത്തും രാവിലെ ഏതെങ്കിലും ലോക്കൽ ട്രെയിനെ കയറും, അതെവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയോ കാണുന്നു, അവിടെയുള്ള ആൾക്കാരുടെ പച്ചയായ മനുഷ്യരുടെ ഇടയ്ക്കൂടെ നടക്കാനായിരുന്നു എനിക്കിഷ്ടം. അവിടുത്തെ ഏറ്റവും താഴെക്കട കിടക്കുന്ന, അതായത് നമ്മുടെ ചേരി പ്രദേശം പോലുള്ള ആൾക്കാരോടേക്ക് പോവുക. അതൊക്കെ എല്ലാവരുടെയും ജീവിതം വ്യത്യസ്തമാണ്. നമുക്ക് കാഴ്ചകൾ നമ്മളെല്ലാവരെയും കാണുന്ന പോലെ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ജീവിത രീതികൾ, അതെനിക്കറിയാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഈ MDയുടെ വാരണാസി എന്നൊരു പുസ്തകത്തെക്കുറിച്ച് അറിയാനായി വായിച്ചു. അപ്പോൾ MDയുടെ ആ പുസ്തകം ഞാൻ വായിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തെ ആ സ്ഥലത്തെക്കുറിച്ചും ആ കഥയാണ്. അപ്പം ഞാൻ വാരണാസിയിലേക്കൊന്ന് പോകാമെന്ന് വെച്ചു. എനിക്കതിന് മുമ്പ് വാരണാസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടതെന്നല്ലാതെ എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ വാരണാസി ചെന്നു. വാരണാസിയിൽ ചെന്നിട്ടുണ്ടായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു.
ആ പെൺകുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഞങ്ങളുടെ ആത്മബന്ധത്തിൻ്റെ ഒരു കഥയാണ് ഈ പുസ്തകം. ഇത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ ബെന്യാമിൻ അദ്ദേഹം ഇത് പ്രകാശനം ചെയ്തു. അദ്ദേഹം ആ പുസ്തകത്തെക്കുറിച്ച് വായിച്ചു, പുള്ളിക്ക് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ പുസ്തകം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സാർ എഴുതി ആരാണ് കോർഡിനേറ്റ് ചെയ്തത്? ഇത് ഞാൻ അവിടെ എഴുതി കാര്യങ്ങളെല്ലാം ചെയ്തു. മഞ്ജു എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തി ടീച്ചറാണ്. എൻ്റെ അറിയാവുന്ന ഒരു സിസ്റ്റർ മുഖേന, അങ്ങനെ മഞ്ജുവിനെ എന്നല്ല, എനിക്ക് ഒരു ബുക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് എൻ്റെ തിരക്കിൻ്റെ ഇടയിലും കാര്യങ്ങൾ ചെയ്യുന്നതിനും പുള്ളിക്കാരത്തിയായിട്ട് എനിക്ക് അങ്ങനെ കിട്ടി. പുള്ളിക്കാരത്തിയോട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ കുറിപ്പുകൾ പുള്ളിക്കാരത്തിക്ക് കൊടുത്തു. പിന്നെ എൻ്റെ വേണ്ട മാറ്റങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ പുള്ളിക്കാരത്തിയാണ് എന്നെ കൂടുതൽ സഹായിച്ചത്, ഒരു ബുക്കിൻ്റെ ഒരു രൂപത്തിലാക്കിയത്. ഞാൻ ഫേസ്ബുക്കിൽ വർഷങ്ങളായിട്ട് എഴുതുന്ന ആളാണ്. ഞാൻ പറഞ്ഞാൽ നേരത്തെ പത്രം ഉണ്ടായിരുന്നു, അതിലൊക്കെ എഴുതാറുണ്ടെങ്കിലും ഒരു പുസ്തകം, എൻ്റെ ആദ്യത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകമല്ല, എൻ്റെ ഒരു പുസ്തകവും ഒരാളുടെ കൈകളിൽ എത്തുമ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല, വലിയ സംഭവം ഞാൻ പറയുന്നില്ല, വായനക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായം, ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി, നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ പുസ്തകം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉള്ളടക്കം മൊത്തം, ആ കുട്ടി എനിക്ക് ആരായിരുന്നു എന്ന്. ഈ കുട്ടിയെ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഓസ്ട്രേലിയയിൽ നിന്ന് 22 ഓസ്ട്രേലിയക്കാരുമായിട്ട് ഞാൻ ഇന്ത്യ സന്ദർശിക്കാൻ വന്നപ്പം വീണ്ടും കണ്ടുമുട്ടിയില്ല. അത് കുട്ടി, താങ്കളിത് വായിച്ചെങ്കിൽ മാത്രമേ അതറിയത്തുള്ളൂ. ആ കുട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പോവുകയും പോകുന്ന അതിൻ്റെ കാര്യങ്ങളാണ്. ഇത് കണ്ടുപിട്ടിട്ടില്ല. ഇല്ല, അത് വായിക്കുക, നിങ്ങൾ പുസ്തകം വായിക്കുക. കിട്ടിയതേ ഉള്ളൂ. അതാ പറഞ്ഞത്, അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുക. ആ കുട്ടി എവിടെയാണെന്നോ, കുട്ടിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ, അത് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ടോ, അതെല്ലാം അവത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഞാനത് പറയുന്നത് ശരിയല്ലാത്ത പുസ്തകത്തിൻ്റെ ഇതായുണ്ട്, വായിക്കുന്നവർ വായിക്കട്ടെ. അതാണ്, അതായത് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാനുള്ള കാരണം, അത് വാരണാസി, ഞാൻ പറഞ്ഞില്ല ഒക്ടോബറിൽ പോയെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഒരു സൗത്ത് അമേരിക്ക അന്റാർട്ടിക്കയ്ക്ക് പോയി. അന്റാർട്ടിക്കയ്ക്ക് പോയപ്പോഴത്തേന് ഞാൻ ഷിപ്പിൽ തന്നെ 14 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ചിന്തിക്കാനും ആലോചിക്കാനും കുറേ സമയങ്ങൾ കിട്ടി. അന്നേരം ഞാൻ പഴയ എഴുത്തുകളും കാര്യങ്ങളെല്ലാം അതിനും കൂടെ കൂട്ടിച്ചേർത്ത്, അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകത്തിൻ്റെ വേറെ പ്രത്യേകം, സാധാരണ പുസ്തകങ്ങൾ 1 വർഷം 2 വർഷം 3 വർഷമല്ലേ എടുക്കുന്നത്. ഇതൊരു 2.5 അല്ലെങ്കിൽ 3 മാസം കൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ രൂപത്തിലായത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു. നല്ല കമൻസുകളും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ബെന്യാമിനെ പോലുള്ള ഒരു എഴുത്തുകാരനൊക്കെ നല്ല രീതിയിൽ പറയുമ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ചത് പ്രശാന്ത് വാസുദേവ് എന്ന് പറഞ്ഞ ആളാണ്. പുള്ളി ഒരു കവിയാണ്, പുള്ളി ഒരു എഴുത്തുകാരനാണ്. പുള്ളി ഈ പുസ്തകം ഏറ്റുവാങ്ങി അതിനെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ ഫേസ്ബുക്കിൽ തന്നെ പുള്ളി 2-3 ദിവസമായിട്ട് നിരന്തരം എഴുതുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം നമ്മുടെ പുസ്തകപ്രകാശനത്തിൽ പങ്കെടുത്ത ഹരി പത്തനാപുരം, അതായത് സിനിമ ആക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിയെ കുറിച്ച് കൂടുതൽ പുള്ളിക്കാരനെ അറിയണം, അതിനെക്കുറിച്ചുള്ള പുള്ളി ഒരു ഇതിലാണ്. പുള്ളി നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ അതോടെ ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം എഴുത്തുകാരായിട്ടുള്ള അറിയപ്പെടുന്ന 2-3 പേർക്ക് ഇത് കൊടുത്തു. അവരുടെ അഭിപ്രായം നല്ല അഭിപ്രായത്തോടൊപ്പം തന്നെ അവരുടെ കുറച്ച് നിർദ്ദേശങ്ങളും അവധി ഉൾക്കൊണ്ടു. കാരണം ഈ പുസ്തകത്തിൻ്റെ ഞാൻ കുറേ യാത്രാ അനുഭവങ്ങൾ കുറച്ചുണ്ട്, അതെല്ലാം ഞാൻ വെട്ടിക്കുറച്ചു. അത് പിന്നീട് ഒരു അവസരത്തിൽ ഒരു പുസ്തകമാക്കാമെന്ന് വിചാരിക്കുന്നതാണ്. യാത്രാ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാ വിവരണമല്ല, യാത്രയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരുപാടുണ്ട് വ്യത്യസ്തരായ ആൾക്കാർ, അവരുടെ അനുഭവങ്ങളെല്ലാം ചേർത്തൊരു പുസ്തകം എഴുതണമെന്നുണ്ട്. അതായിട്ടില്ല, പക്ഷേ എനിക്കറിയാം ഇതുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. നമ്മൾ ലോകം ചിന്തിക്കാത്ത രീതിയിലുള്ള പലരുടെ അനുഭവങ്ങളിലൂടെ കാണുന്നത്. നമ്മൾ ഈ ഏതെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പം നമ്മളെല്ലാം നല്ല ഡ്രസ്സിലും കാര്യം, അവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവത്തിൽ പോകുന്ന ആൾക്കാരാണ്. അത് ഈ പലർക്കും അവരെ കേൾക്കാനോ അല്ലെ അവർക്ക് പറയാനില്ലാത്ത പല ആൾക്കാരുമുണ്ട്. നമ്മളില്ലൊക്കെ അവർ വലിയ ആളാണെന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും എല്ലാ മനുഷ്യരുടെയും മനസ്സിലുണ്ട് അവരുടേതായ കുറേ നീറ്റലുകൾ. പ്രശ്നമില്ലാത്ത മനുഷ്യരല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികം എന്ന് പറയുന്നത് വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജീവിതം നോക്കും, സാമ്പത്തികം വേണമെന്ന് പറയുന്നില്ല,
അതിനെക്കാട്ടി ഉപരി പല പല കാര്യങ്ങളുമുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ കേൾക്കാൻ ഒരാൾ, അതൊന്നും ഇപ്പോൾ ഈ സമൂഹത്തിലില്ല. കുവൈറ്റ് കഥയിലെ ആ ജ്വല്ലറിയും എനിക്കറിയാം. അത് സാറിൻ്റെ ആത്മകഥയിൽ വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളത് ഇതിൽ റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു. എനിവേ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം തന്നതിന് തീർച്ചയായിട്ടും എനിക്ക് വേണ്ടിയില്ല. നമ്മൾ ആരുമല്ല, നമ്മൾ ഒരു സാധാ ഒരാളെ നമ്മൾ ആ ഒരു പുസ്തകം എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറേ രാജ്യങ്ങളിൽ മാറി മാറി താമസിച്ചുകൊണ്ടൊന്നും നമ്മളും ആരില്ല. നമ്മളൊരു സാധാ ഒരു മനുഷ്യൻ തന്നെയാണ്, പച്ചയ മനുഷ്യൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട്, വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അവരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് പുസ്തകം എഴുതിയൊന്നും വലിയ സംഭവമൊന്നുമില്ല. പിന്നെ പുസ്തകം എഴുതി അത് വായിക്കപ്പെടട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. വായിച്ചിട്ട് അഭിപ്രായം പറയാം. നമ്മുടെ മനസ്സിലുള്ളത് നമ്മളത് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബെന്യാമിൻ്റെ ഒരു കോട്ട് എടുത്തിട്ട് തന്നെ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ. അത്രേ ഉള്ളൂ. പലർക്കും പലരും നമ്മൾ ആരെയും എന്താ പറഞ്ഞേ തിരുത്താനോ അല്ലെങ്കിൽ നമ്മളാരും ഉപദേശിക്കാനില്ല. അവരുടെ ജീവിതങ്ങൾ, ഓരോരുത്തരുടെയും അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. നമുക്ക് തോന്നുന്നത് നിസ്സാരമാണ്, പക്ഷെ അവരെ സംബന്ധിച്ചുള്ള അവർക്കാണ് അത് ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താണേലും താങ്ക് യു. തീർച്ചയായിട്ടും വളരെ നന്ദി. എനിക്കൊരു ഇൻ്റർവ്യൂ തന്നതിനും. അങ്ങനെയല്ല, നമ്മുടെ പണി ഇതാ. അതെ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും നിങ്ങൾ നമ്മളെ തേടി ഇവിടെ എത്തിയതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.